സ്ത്രീകൾ സെക്ഷുവാലിറ്റി ഒരു ടൂളായിട്ട് എടുക്കുന്നുണ്ടോ ക്രൈം കമ്മിറ്റ് ചെയ്യാനായിട്ട്? ഞാൻ ഇന്ന ജെൻഡറിൽ പെടുന്നതാണ്, ഞാൻ ഇതിനൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യുകയാണ്, ഹണി ട്രാപ്പ് പോലെയുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ഇഷ്ടം പോലെയുണ്ട്. അതിനെ പലതരത്തിലാണ്. ഒന്നും മണി മേക്കിംഗ് ആക്കാം, അത് ആണുങ്ങൾക്കെതിരായിട്ടുള്ളൊരു ടൂളാക്കാം. സൊസൈറ്റിയിൽ ഞാൻ ഒരു ആളാകണമെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന, ഞാൻ ഒരു ധൈര്യമായി ആണുങ്ങളെക്കാട്ടിലും തൻ്റെ ഉള്ള ആളാണെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുണ്ട്. ഇങ്ങനെ പലതരത്തിലാണ് ടൂളാക്കുന്നത് കൊണ്ട്, അല്ലാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതുണ്ട്, റിവെഞ്ചിന് വേണ്ടി ചെയ്യുന്നതുണ്ട്, പലതരത്തിലാണ്. അതാ ഞാൻ പറഞ്ഞു, ഇവരുടെ സൈക്കോളജി പഠിക്കേണ്ടതാണ്. സ്ത്രീകളുടെ മാത്രമല്ല, ജെൻസിൻ്റെ ഈ ക്രൈമിൽ ഉൾപ്പെടുന്ന ആൾക്കാരും മനപൂർവ്വം വരുന്നല്ല. ഒന്നെങ്കിൽ ബൈ ചാൻസ്, പെട്ടെന്നുള്ള ടെമ്പർ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ്, പിന്നെ സോഷ്യലായിട്ടുള്ള കോസുകൾ, ഇങ്ങനെ പല. അതിപ്പോൾ ഈ ക്രൈമിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാവർക്കും നല്ല കൗൺസിലിംഗ് കൊടുത്ത് അവരെ സ്റ്റഡി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫോറിൻ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അവരെ കൗൺസിലിംഗ് ആണ് ആദ്യം ചെയ്യുന്നത്. ക്രൈം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കൗൺസിലിംഗ്, മെഡിക്കൽ എയ്ഡ് ഇതെല്ലാം കൊടുക്കണം. നമ്മുടെ രാജ്യത്തും ഇതെല്ലാം വരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. തുടക്കത്തിൽ മാഡം പറയുകയുണ്ടായി, ചെറിയൊരു തെറ്റ് തന്നെ അമ്മയുടെ ഭാഗത്തു നിന്ന് വന്നാലും വളരെ ബ്ലോഡപ്പായിട്ട് കാണിക്കാറുണ്ട് അതിനെ എന്നുള്ളത്. അതിനെ വളരെ വലിയൊരു തെറ്റായിട്ടോ, ഒരേ തെറ്റ് അച്ഛനും അമ്മയും ചെയ്താൽ അമ്മ ചെയ്യുമ്പോൾ അത് വലിയ തെറ്റായി മാറുന്നു എന്നുള്ളത്. ഇത്തരത്തിൽ പ്രമാദമായ കേസുകൾ വരുമ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം എങ്ങനെയാണ് ജുഡീഷ്യറി ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മുടെ നിയമത്തിൽ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, അതായത് സീരിയസ് ഒഫൻസ്, ഹീനിയസ് ആയിട്ടുള്ള ഒഫൻസ്, മർഡർ, നർക്കോട്ടിക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം ജാമ്യം കിട്ടാനായിട്ട് വളരെ വലിയ പാടാണ്. അതായത് ചില സമയത്ത് 90 days വരെ കിടക്കേണ്ടി വരും ഇത് മർഡറിന്, 120 days വരെ കിടക്കേണ്ടി വരും ഡ്രഗ്സിൻ്റെ കേസിനകത്ത്. പക്ഷേ സ്ത്രീകൾ ഉൾപ്പെടുമ്പോഴത്തേക്ക് അതിനൊരു സ്പെഷ്യൽ പ്രൊവിഷനുണ്ട്. നോൺ ബെയിലബിൾ കേസിനകത്ത് ഷാൽ നോട്ട് ബി ഗ്രാൻഡഡ് ബെയിൽ എക്സെപ്റ്റ് വുമൻ, മൈനർ ആൻഡ് ഇൻഫോംഡ്, അസുഖമായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് സ്ത്രീയുടെ ഒരു പങ്കാളിത്തം, അതിൽ സ്ത്രീക്ക് ജാമ്യം കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകളെ ഉപയോഗിക്കുന്നത്. പക്ഷേ ശിക്ഷ കൊടുക്കുന്നതിനകത്ത് വ്യത്യാസമില്ല. പക്ഷേ ബെയിൽ കാലഘട്ടത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ജെൻഡറിന് ഒരു ചെറിയ ഇളവുണ്ട്. എന്നാൽ അസുഖക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെയാണ്. പിന്നെ മൈനർ ആണെങ്കിൽ റിമാൻഡ് ചെയ്യത്തില്ല. അതിന് പ്രത്യേക കോടതിയാണ്. അവർക്ക് ജാമ്യത്തിൽ വിട്ട് അവരുടെ പേരൻസിനെ വിളിച്ച് അവരെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ നിയമത്തിനകത്തൊരു ചെറിയ ലൂപ്പ് ഹോൾസ് ഉണ്ട്. പ്രമാദമായ ക്രിമിനൽ കേസുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിവാദമായ കൊള്ളിളക്കം സൃഷ്ടിച്ച കേസുകളിലേക്കുള്ള സ്ത്രീ സാന്നിധ്യം നമ്മൾ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് അവരതിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്? അവരെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ, വനിതാ കമ്മീഷൻ എന്നുള്ള നിലയ്ക്കൊക്കെ അത്തരത്തിൽ വരുന്ന സ്ത്രീകൾക്ക് നൽകാൻ പറ്റുന്ന സഹായങ്ങൾ എന്തെല്ലാമാണ്? അവരതിനകത്ത് പെടുന്നത്, ഇപ്പോൾ പറഞ്ഞതുപോലെ മാസ്റ്റർ പ്ലാൻ ഒരു സ്ത്രീ തന്നെ നടത്തുന്ന കേസുകളിൽ ഇപ്പോൾ പറഞ്ഞത് ഭർത്താവിനെ കൊന്ന് സൂട്ട് കേസിലാക്കി. എന്തുകൊണ്ടാണ് ഭർത്താവിനെ കൊന്ന് സൂട്ട് കേസിലാക്കേണ്ട ഈ സാഹചര്യം? ആ ഭർത്താവ് അവളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ കംപ്ലീറ്റും, അല്ലെങ്കിൽ മറ്റൊരു അതുകൊണ്ടായിരിക്കാം മാസ്റ്റർ പ്ലാൻ. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു വിഷയത്തിലാണ്, കമ്മീഷൻ്റെ വിഷയത്തിലാണ്. അപ്പോൾ അത്തരം ചില കേസുകളിൽ മാസ്റ്റർ പ്ലാൻ അവൾ തന്നെ വഹിച്ച് ചിലപ്പോൾ ഭർത്താവിനെ തട്ടി സൂട്ട് കേസിലാക്കിയിട്ടുണ്ടാവും. അല്ലാത്ത ചില കേസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്തൊക്കെ മാത്രമല്ല പുരുഷനോടൊപ്പം പങ്കാളിയാവും. നമ്മളിപ്പോ പുറത്ത് ദുബായിൽ എങ്ങാണ്ട് കേട്ടില്ല, ഒരു സ്ത്രീ ഭർത്താവിനെ കൊന്നതിന് ശേഷം അവന്റെ നാട്ടിലേക്ക് പോകുന്ന കേസുണ്ട്. ക്രൈം ഉൾപ്പെടുന്ന ആ കേസുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്തൊക്കെ സ്ത്രീ മാത്രമായിട്ട് മാസ്റ്റർ പ്ലാൻ അവൾ മാത്രമായി വരുന്ന കേസുകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു പുരുഷനോടൊപ്പം അവളും ഉണ്ടാകാം. ഈ ഉള്ള കേസുകൾ ഇത്തരത്തിലുള്ളതായിരിക്കാം. അത് ഫാമിലി മാറ്റിൽ ഭർത്താവിനെ തട്ടുന്ന, അതിപ്പോൾ ചിലപ്പോൾ കാമുകന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ അവൻ മറ്റൊരു പെണ്ണിനൂടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാകാം, അതെന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ നിരന്തരമായ മാനസിക ശാരീരിക ഉപദ്രവത്തെ തുടർന്നാകാം, അതും ആവാം, ആ രീതിയിലാവാം. പിന്നെ ചോദിച്ചതുപോലെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപദേശം എന്ന് പറഞ്ഞത്, നമുക്ക് എങ്ങനെയാണ് ഒരു ഉപദേശത്തോട് പറ്റില്ല. ഇവർക്ക് വേണ്ട ഫെസിലിറ്റീസ്, അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവരുടെ സാമൂഹ്യ സാഹചര്യങ്ങളെ പഠിച്ചുകൊണ്ട് ഇവർക്ക് അതിനൊരു ബോധവൽക്കരണ ക്ലാസ്സും ഒപ്പം അവർക്ക് അക്കോമഡേഷൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു പൂർണ്ണമായ സമഗ്രമായ ഒരു സോഷ്യലി ഒരു ക്ഷേമം അവരിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലേക്കുള്ള സമഗ്രമായ ഒരു പരിപാടിയിൽ ആസ്ത്രഞ്ഞത മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റൂ. പിന്നെ അങ്ങനെ പോകുന്ന സ്ത്രീകളെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യല. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട്, അല്ലെങ്കിൽ മർഡർ കേസിൽ, അല്ലെങ്കിൽ ഡ്രഗ്സ് ആൻഡ് ട്രാഫിക്കിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീയെ
പിന്നീട് സൊസൈറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരേ കുറ്റം ചെയ്ത പുരുഷനും അതേ കുറ്റം ചെയ്ത സ്ത്രീയും പക്ഷെ സമൂഹത്തിലേക്ക് തിരികെ വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവർക്കുള്ള സ്വീകാര്യത എത്രത്തോളം സമാനമാണ്? സമാനമെന്ന് പറയാൻ പറ്റത്തില്ല. പുരുഷൻ സ്വീകാര്യത ഇല്ലെന്ന് തന്നെ നമ്മൾ സ്വീകാര്യതയില്ല എന്ന് തന്നെ പറയാം. പുരുഷനും സ്ത്രീയും ഒരേ ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പം തന്നെ മർഡർ ചെയ്യുന്നു, സ്ത്രീ ചെയ്യുന്നു, പുരുഷൻ ചെയ്യുന്നു. അപ്പം സ്ത്രീ ചെയ്യുമ്പോൾ അതൊരു സീരിയലായിട്ട് തന്നെ നമ്മൾ കാണുന്ന ഒരു സീരിയൽ ആയിട്ട് തന്നെ വരുന്നു. അതിൻ്റെ പല വശങ്ങൾ കാണിക്കുന്നു, അവളുടെ നെഗറ്റീവ് സൈഡ്സ് എല്ലാം കാണിച്ചു. അവൾ എന്തുകൊണ്ട് അതിൻ്റെ കോസ് കാണുന്നില്ല, അത് എന്തുകൊണ്ട് കമ്മിറ്റ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എത്തപ്പെട്ടു, എങ്ങനെ എന്നുള്ളതേ പറയുന്നുള്ളൂ, എന്തുകൊണ്ട് എന്നുള്ളത് എങ്ങനെ എന്നുള്ളതും അവൾ ചെയ്ത രീതികളും അതൊക്കെയാണ് എക്സ്പോസ്ഡ് ആകുന്നത്. അപ്പം ജയിലിൽ എത്തപ്പെട്ടു, അവരുടെ പണിഷ്മെൻറ്റ് കാലാവധിയൊക്കെ കഴിഞ്ഞു, പുറത്തിറങ്ങുമ്പോൾ പുരുഷനെ ആണെങ്കിൽ അവൻ്റെ ഭാര്യയും മക്കളും ഇത് സ്വീകരിക്കാൻ വേണ്ടി ചിലപ്പോൾ ജയിൽ വളപ്പിൽ തന്നെ ഉണ്ടാകും, വളരെ ലോ ലെവലിൽ പറയാം. സ്ത്രീയാണെങ്കിൽ അവരുടെ വീട്ടുകാരോ സമൂഹമോ ഏറ്റെടുക്കാൻ വരുന്നത് വളരെ വളരെ വിരളമാണ്. അപ്പം നമ്മൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ജയിലുകളിൽ തന്നെ പുനരധിവാസം, റീഹാബിലിറ്റേഷൻ കൊടുക്കുക. ഇപ്പം നമ്മുടെ അട്ടംകുളങ്ങര ജയിലിൽ ഈ ഇടയ്ക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു. 7 വനിതകൾക്ക് ലൈസൻസ് എടുത്ത് ജയിൽ കാലയളവിന് ശേഷം മടങ്ങി വരുന്ന സ്ത്രീകൾ അവരുടെ പുനരധിവാസം അതൊരു നിശ്ചയമായും ഗവൺമെന്റ് സെൽഫ് എംപ്ലോയ്മെന്റ് എന്നുള്ള നിലയിൽ അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൊടുക്കത്തില്ല. അപ്പൊ ഇതൊക്കെ കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു വാഹനം എടുക്കുക, അവർക്ക് ഓടാൻ. അപ്പോൾ അതൊരു സമൂഹത്തിന് എല്ലാവരും ഹെൽപ്പ് ചെയ്താലേ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥയിൽ നിന്ന് മാറി അത് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവ് മെഷറാണ്.